ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല ചൂടുള്ള ദോശയുടെ കൂടെയും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഒരു ചെറിയ സവാള കേട്ടോ അതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതോടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. ചെറുതായിട്ട് അങ്ങ് ചൂടായി തുടങ്ങുമ്പോൾ പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 മുളക് എടുക്കുക കേട്ടോ. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി കൂടെ എടുക്കുക. അപ്പോൾ നമ്മളിത് ചെറുതായിട്ട് ഇതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് മാറ്റി വെക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ എണ്ണയിലിട്ടൊന്ന് വറുത്ത് മാറ്റി വെച്ചാലും മതിയാകും. കാരണം മുളക് കുറേ സമയത്ത് കളറ് മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരു കറുത്ത കളറായി പോട്ടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് മാറ്റി വെക്കാം. പിന്നെ ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. പിന്നെ കുറച്ച് പുളി ഇട്ടോ. പുളി ഒരുപാട് കൂടുതൽ വേണ്ട. ദോശയ്ക്കൊക്കെ ആണെങ്കിൽ കുറഞ്ഞ അളവിൽ മതിയാകും. ചോറിനാണെങ്കിൽ ഇത്രയ്ക്ക് എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഒരു 2 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആദ്യം നമ്മൾ വറുത്ത് മാറ്റിയിട്ടുള്ള ആ ഒരു മുളകും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. എന്നിട്ട് ഇത് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അങ്ങ് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്തൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി വെള്ളം ആ ഒരു മിക്സിയുടെ ജാറിലാക്കിയിട്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം പോലെയല്ല, അങ്ങ് തിക്കായിട്ടുള്ള ചമ്മന്തി ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ശരിക്കും ഒരു സ്പൂണൊക്കെ തന്നെ മതിയാകും ഒരാൾക്ക് 2-3 ദോശയൊക്കെ കഴിക്കാനായിട്ട്. ചെറിയ അളവിൽ തന്നെ മതിയാകും. നല്ല ചൂടുള്ള ദോശയുടെ ഒക്കെ കൂടെ എപ്പോഴും നമ്മൾ തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടാക്കും. അതിനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്